നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയാണ്. അതും ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അത്യാവശ്യം മനസ്സിലാകുന്നതാണ്. നമുക്കറിയാം 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് 2 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് മാഷിട്ടിട്ടുണ്ട്. അത് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്സൊക്കെ സിമ്പിളായിട്ട് കിട്ടും. അടുത്തത് 4 മാർക്ക് ക്വസ്റ്റ്യൻസാണ്. 4 മാർക്ക് എന്ന് പറയുന്നതും ഇച്ചിരി കടുപ്പമാണ്. 2 മാർക്ക് 3 മാർക്ക് പോലെ 2 മാർക്ക് 3 മാർക്ക് വേണം മുമ്പേ ഞാൻ ചെയ്തത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അതിനകത്തെ 4 മാർക്കിൻ്റെ 5 ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ. ഒരു വീഡിയോ കാണുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ഒക്കെ ഇട്ടേക്കുക, കമൻസ് ധൈര്യമായിട്ട് ഇട്ടേക്കുക കേട്ടോ. മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലത്. അപ്പോൾ നിങ്ങൾ നല്ല മാർക്ക് ഇട്ടട്ടെ എന്ന് പ്രവർത്തിച്ചിട്ട് മാഷ് തുടങ്ങുന്നു. നമ്പർ 1 AC എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. AC എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പവർ ഫാക്ടറും ഇമ്പിഡൻസും രണ്ടും ഒരുപോലെ പഠിച്ചോണം. പവർ ഫാക്ടർ, ഇമ്പിഡൻസ്, ഈ രണ്ടെണ്ണവും 4 മാർക്കിൻ്റെ ഉറപ്പുള്ള ചോദ്യങ്ങളിൽ വരുന്നതാണ്. പവർ ഫാക്ടർ, ഇമ്പിഡൻസ് അത് നിങ്ങൾ ഒന്നായിട്ട് എടുത്തോളുക. 2 വേവ് ട്രിക്സ് ഉണ്ട്. വേവ് ട്രിക്സ് അതിനകത്ത് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും പ്രൂവ് ചെയ്യുന്നു. റിഫ്രാക്ഷനും റിഫ്ലക്ഷനും പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചോളുക. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 3 കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്തെ വീൻസ്റ്റൺ ബ്രിഡ്ജ്. 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാം. 4 മാർക്കിനും പഠിച്ചോളുക. വീൻസ്റ്റൺസ് ബ്രിഡ്ജ്. 4 കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ. രണ്ടാമത്തെ ചാപ്റ്ററാണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററും പിന്നെ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ. ഇത് 4ാമത്തെ ക്വസ്റ്റ്യൻ. 5 നമ്മുടെ ഗോസസ് തിയറം. ഫസ്റ്റ് ചാപ്റ്റർ ഗോസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻസ്. 3 ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക് വയ്ക്കാം. ഗോസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 4 മാർക്കിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടി കരുതി പഠിച്ചോണം. അല്ലേ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് കാണുക. സമയം അധികം നിങ്ങൾ കളയണ്ട. എന്നിട്ട് നിങ്ങൾ പഠിച്ചോളുക. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം എഫേർട്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.